റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. പി.വി. അൻവർ വിഷയത്തിൽ എന്ത് സംഭവിച്ചാലും പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിനെന്ന് മുസ്ലിം ലീഗ്. മുന്നണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്തെന്ന് ലീഗിന്റെ ചോദ്യം. വിഷയത്തിൽ ഇനി ഇടപെടാനില്ല എന്നും ലീഗ് വ്യക്തമാക്കുകയാണ്. അഷ്കർ അലി കരിമ്പ. അഷ്കർ അലി, സ്വയം കൃതാനർത്ഥം അത് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നു എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ ലീഗ് നൽകുന്നത്? കാരണം ലീഗ് ഇപ്പോൾ അൻവറുമായി സംസാരിക്കുന്നു, കോൺഗ്രസുമായി സംസാരിക്കുന്നു, ഇടപെടാവുന്നതിന്റെ പരമാവധി ഇടപെട്ട് കഴിഞ്ഞു ലീഗ് എന്ന ഒരു നിരാശ കൂടി ഈ വാക്കുകളിലില്ലേ? നിരാശയും അതൃപ്തിയും എല്ലാം തന്നെ കലർന്ന നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പി.വി. അൻവർ LDF നിന്ന് രാജിവെച്ച് അല്ലെങ്കിൽ നിലമ്പൂർ MLA സ്ഥാനം രാജിവെക്കുന്ന ഘട്ടം മുതൽ തന്നെ പി.വി. അൻവറിന്റെ UDF പ്രവേശനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പി.വി. അൻവറിനെ UDFിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ഔദ്യോഗിക വേദിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. P.K. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് തങ്ങളും അടക്കം പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ വിവിധ വേദികളിലേക്ക് ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ മുസ്ലിം ലീഗ് ആദ്യമായി സംഘടിപ്പിച്ച മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് അടക്കം പി.വി. അൻവറിനെ ഔദ്യോഗികമായി എത്തിച്ചത് മുസ്ലിം ലീഗായിരുന്നു. അങ്ങനെ എല്ലാ ഘട്ടത്തിലും പി.വി. അൻവറിനെ UDFിനോടൊപ്പം ചേർത്ത് നിർത്തിയിരുന്ന പാലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗായിരുന്നു. ആ പാലം ഇപ്പോൾ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ UDFിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പി.വി. അൻവറും കോൺഗ്രസും രണ്ട് തട്ടിലാവുകയും അല്ലെങ്കിൽ പി.വി. അൻവറും UDFും രണ്ട് തട്ടിലാവുകയും അത് തർക്കങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്ന സാഹചര്യത്തിൽ പോലും മധ്യസ്ഥത ഇല്ല എന്ന് പറഞ്ഞിരുന്ന ലീഗ് നേതൃത്വം തന്നെയാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ റോൾ വഹിച്ചിരുന്നത്. പലതവണ ഏകദേശം 7ലധികം തവണ P.K. കുഞ്ഞാലിക്കുട്ടിയുമായി പി.വി. അൻവർ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ലീഗ് സ്വീകരിക്കുന്ന നിലപാട് അത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. ഇനി പി.വി. അൻവറിന്റെ UDFിലെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലുകൾക്കും മുസ്ലിം ലീഗ് ഇല്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ പറയുന്നത്. അത്തരം ചർച്ചകളിലേക്കൊക്കെ ഒന്നും തന്നെ ലീഗില്ല. അത് ലീഗില്ലാത്തത് അൻവറിനോടുള്ള അതൃപ്തി ഉണ്ടോ UDFിനോടുള്ള അതൃപ്തി ഉണ്ടോ അല്ല, അതിന് ഉത്തരവാദിത്തത്തിന് ഇനി ലീഗ് ഇല്ല എന്നുള്ളതാണ്. അതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം പി.വി. അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇനി എല്ലാ നടപടികളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമാണ്. എന്താണ് നിലപാടെങ്കിൽ അത് കോൺഗ്രസ് സ്വീകരിച്ച് കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിക്കട്ടെ. പക്ഷേ അതിൻ്റെ അനന്തരഫലമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന അത് ഗുണങ്ങളാണെങ്കിലും നാശനഷ്ടങ്ങളാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വവും കോൺഗ്രസിൻ്റെ തന്നെ ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെയും പി.വി. അൻവറുമായി ബന്ധപ്പെട്ട് വന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളുടെയും അതിൻ്റെ അത്യന്തം സംഭവിക്കാൻ പോകുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെല്ലാം തന്നെ ഉത്തരവാദി കോൺഗ്രസ് ആയിരിക്കുമെന്നുള്ളതാണ് ലീഗ് പറയുന്നത്. അതുമാത്രമല്ല മുസ്ലിം ലീഗ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം എന്ന് പറയുന്നത് UDFുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഘടകകക്ഷികളുമുണ്ട്. ഇടതുപക്ഷത്തിൽ നിന്നടക്കം UDFിലേക്ക് വരാൻ ചേക്കേറാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. പക്ഷേ ആ ഘടകകക്ഷികൾക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു ഘടകകക്ഷിയായ പി.വി. അൻവറും തൃണമൂൽ കോൺഗ്രസും UDFിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അതുമായി വലിയ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടായി. അതിലൊരു രമ്യമായ പരിഹാരം പോലും കാണാൻ കഴിയാത്ത രീതിയിലേക്ക് UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പോകുമ്പോൾ ഇനി അൻവറിന് പുറമെ മറ്റൊരു ഘടകകക്ഷി UDFിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഈ നിലവിലെ സാഹചര്യം കൃത്യമായി ഇപ്പോൾ മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നതാണ് അഷ്കർ അലി കരിമ്പ നമ്മൾ കാണുന്നത്. കാരണം ഒരു പ്രശ്നപരിഹാരത്തിന് ലീഗ് മുൻകൈയെടുക്കുമ്പോഴും ആ പ്രശ്നപരിഹാരത്തിലേക്ക് എത്താത്ത കടുംപിടുത്തം, അതോടുള്ള അതൃപ്തി ലീഗ് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇനി ഞങ്ങൾ ഇടപെടാനില്ല, എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ലീഗ് നടത്തുന്നത്. താങ്ക് യു അഷ്കർ അലി കരിമ്പ.